ഇന്ന് വെളുപ്പിനെ തന്നെ ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് റെഡി ആയിട്ടോ. അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് 5, 5:30 ആകുമ്പോഴത്തേക്കും അമ്പലത്തിലേക്ക് എത്തണം എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെ ആട്ടോ ഞങ്ങളുടെ റൂം ഉണ്ടായിരുന്നത്. എല്ലാവരുടെ മുഖത്തും നല്ല ഉറക്കക്ഷീണമുണ്ട്. ഇന്നലെ പോയപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ഒന്നും കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല. ധൃതി പിടിച്ചാണ് അമ്പലത്തിലോട്ട് എത്തിയത് കേട്ടോ. ഇന്നൊരു പൂക്കൂടയും കൂടി ഞാൻ കയ്യിൽ കരുതി. ഇവിടെ വന്നപ്പോൾ ഉള്ള കാഴ്ച എനിക്ക് അത്രയ്ക്ക് സന്തോഷം തരുന്നതായിരുന്നു കേട്ടോ. ഈ വിളക്കുകൾ ഇങ്ങനെ കത്തി നിൽക്കുന്നത് കണ്ടപ്പോഴുണ്ടല്ലോ, ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്, എനിക്ക് ആ വിളക്കുകളെല്ലാം ഒന്ന് കത്തുന്നത് കാണണേ എന്നുള്ളത്. അങ്ങനെ ആ ആഗ്രഹവും സാധിച്ചട്ടോ. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നന്നായിട്ട് തൊഴാനായിട്ട് പറ്റി. നേരെ വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും നേരെ ഇങ്ങനെ വെളുത്ത് തുടങ്ങുന്നതേ ഉള്ളായിരുന്നു കേട്ടോ. എത്ര നേരം നമുക്ക് ആ അമ്പലത്തിനകത്ത് ഇരിക്കാൻ പറ്റുമോ അത്രയും നേരം അവിടെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. തന്നെ 3 ഭാവങ്ങളിൽ നമുക്ക് അമ്മയെ കാണാൻ പറ്റും കേട്ടോ. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അമ്മ 3 ഭാവങ്ങളിലാണ് ഇവിടെ ഇരിക്കുന്നത്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ദേവികളുടെ ശക്തി സ്വരൂപമായിട്ടാണ് അമ്മ ഇവിടെ ആരാധിച്ചത്. അമ്പലത്തിനകത്തോട്ട് കയറുന്ന സമയത്ത് അമ്പലത്തിൻ്റെ 2 വശങ്ങളിലായിട്ട് ദ്വാരപാലകരുണ്ട് കേട്ടോ. അവരെയും നമസ്കരിച്ച് കൊടിമരവും നമസ്കരിച്ചിട്ട് വേണം നമ്മൾ അമ്മയെ കാണാനായിട്ട് പോകാനേ. അമ്മയുടെ തൊട്ട് ബാക്കിലായിട്ട് ദാ ഇവിടെ ഒരു നന്ദി ഉണ്ടായിരുന്നേ. ഞാൻ നന്ദിയുടെ ചെവിയിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നടക്കുവാണെങ്കിൽ ഞാൻ നിറഞ്ഞാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. ഞാൻ അത്രയ്ക്ക് സന്തോഷത്തിലാണ്. ഇവിടെ വരാൻ പറ്റാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾക്കും ഇവിടെ വേഗം വരാൻ പറ്റട്ടെ, അമ്മ വേഗം നിങ്ങളെ എല്ലാവരെയും വിളിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇവിടുന്ന് നേരെ പോകുന്നത് സൗപർണികയിലോട്ടാണ്. നിങ്ങൾ പോകുമ്പോൾ സൗപർണികയിൽ ചെന്ന് സ്നാനം ചെയ്തിട്ട് വേണം അമ്മയെ കാണാനായിട്ട് പോകാനേ. എനിക്ക് അതിന് പറ്റിയില്ല, തലേദിവസം നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ലേറ്റ് ആയാലോ എന്ന് പേടിച്ചിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയി തൊഴുത് വന്നതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നിങ്ങൾ പോകുമ്പോൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും